ഹലോ ഗായ്സ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 54th ഡേ ആണ്. 1 വീക്കും ചുമയും മനയായിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വർക്കൗട്ട് സ്റ്റാമിന സ്ട്രെങ്തും കുറഞ്ഞിട്ടുണ്ട്. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ഇച്ചിരി കൂടുതൽ ഈ വീക്കിൽ എന്നാലും പഴയ ഫോമിൽ വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിൾ ബെഞ്ച് പ്രസ് ആയിരുന്നു. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ ഫ്ലൈ ആയിരുന്നു. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ, അതും ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. വന്നതുകൊണ്ട് നല്ല ഗ്രൗണ്ട് ചെയ്ത വീഡിയോസൊന്നും കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് പ്രോഗ്രാം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ സ്റ്റാമിന സ്ട്രെങ്തും ഗ്രൗണ്ട് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അത് വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർക്കൗട്ടാണ് ഇനിയും വരുന്നത്. ഇൻക്ലൈൻ ബാർബിൾ ബെഞ്ച് പ്രസ് ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്. ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ഏത് സെറ്റ് ചെയ്താലും ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ഞാനും 4 സെറ്റ് കൂടുതൽ ചിലപ്പം ചെയ്യും. ഫെയിലിയർ വരുന്നതാണെങ്കിൽ എനിക്ക് ഒത്തിരി വെയിറ്റ് റെപ്പറ്റീഷൻ കുറവാണെങ്കിൽ ഞാൻ സെറ്റ് 4 5 ആക്കും. അത് കഴിഞ്ഞ് നാലാമത്തെ വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ ബെഞ്ച് പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. അഞ്ചാമത്തെ വർക്കൗട്ട് ചെസ്റ്റ് ഡിപ്സ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ആറാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് കേബിൾ ക്രോസ് ഓവർ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. നമ്മൾ ഫെയിലിയർ ആകുന്നതനുസരിച്ച് കൗണ്ട് കൂട്ടും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഞാനിപ്പം 10-15 കൗണ്ട് എനിക്ക് എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ 6 കൂടുതൽ ചെയ്യും. അങ്ങനെയാണ് കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.